നമസ്കാരം, ഞാൻ സരിക പ്രേമാനൻ. സാർടെക് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് AI ആക്ഷൻ സമ്മിറ്റിനെ കുറിച്ചാണ്. പാരീസിൽ നടന്ന AI ആക്ഷൻ സമ്മിറ്റിലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ AI ആക്ഷൻ സമ്മിറ്റ്? അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണ്? അതെങ്ങനെയാണ് നമ്മുടെ ലോകത്തെയും AI ഡെവലപ്മെന്റിനെയും ബാധിക്കാൻ പോകുന്നത്? AI ആക്ഷൻ സമ്മിറ്റ് നേരിടുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തോളൂ. നമ്മുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് കടക്കാം. ലളിതമായിട്ട് പറഞ്ഞ AI നിർമ്മിത ബുദ്ധി എങ്ങനെ സുരക്ഷിതമായും എല്ലാവർക്കും ഉപകാരപ്രദമായും ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ലോക നേതാക്കന്മാരും വിദഗ്ധരും സിവിൽ സൊസൈറ്റിയും പോളിസി മേക്കേഴ്സും ഒത്തുചേർന്ന് ചർച്ച ചെയ്യുന്ന ഒരു വേദിയായിട്ടാണ് AI ആക്ഷൻ സമ്മിറ്റ് ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി AIയുടെ വളർച്ച വളരെ വലുതാണ്. ഇതിന്റെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉച്ചകോടികൾ പ്രധാനപ്പെട്ടതാകുന്നത്. ഇത് മൂന്നാമത്തെ ഉച്ചകോടിയായിരുന്നു. 2023 ബ്ലച്ച്ലി പാർക്ക് AI സമ്മിറ്റും 2024 സിയോൾ സമ്മിറ്റ് എന്നിവയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ 2025 പാരീസിൽ AI ആക്ഷൻ സമ്മിറ്റ് നടന്നത്. 2023 UK നടന്ന ഉച്ചകോടിയിൽ ഫ്രണ്ടിയർ AIയുടെ അവസരങ്ങളെയും അപകടങ്ങളെയും കുറിച്ചുള്ള പൊതുവായ ധാരണ സ്ഥാപിക്കുന്ന ബ്ലച്ച്ലി പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ ഡിക്ലറേഷനിൽ ഒപ്പുവെച്ചു. 2024 ദക്ഷിണ കൊറിയയിൽ നടന്ന ഉച്ചകോടിയിൽ AI സൃഷ്ടിക്കുന്ന അവസരങ്ങളെയും അപകടങ്ങളെയും കുറിച്ചുള്ള പൊതുവായ ധാരണ സ്ഥിരീകരിക്കുന്ന സിയോൾ ഡിക്ലറേഷൻ അഥവാ പ്രഖ്യാപനത്തിലും ഒപ്പുവെച്ചു. പാരീസിൽ ഈ 2025 ഫെബ്രുവരി 10-11 തീയതികളിൽ നടന്ന AI ആക്ഷൻ സമ്മിറ്റ് പ്രധാനമായും ലോക നേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു ഈ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹ അധ്യക്ഷനായിരുന്നു. ഈ സമ്മേളനത്തിൽ AIയെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. AI ഗവേണൻസ്, ഇന്നൊവേഷൻ, പൊതു താല്പര്യത്തിനായിട്ടുള്ള AI, തൊഴിലുകളുടെ ഭാവി, സുസ്ഥിരത, ഇതൊക്കെയായിരുന്നു ചർച്ചാ വിഷയങ്ങൾ. മുൻ AI സമ്മിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി പാരീസ് സമ്മിറ്റ് AIയുടെ സാധ്യതകളിലും അവസരങ്ങളിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. AI ആക്ഷൻ സമ്മിറ്റിന്റെ അവസാനം 60 സിഗ്നേറ്ററീസ് ഒരു പ്രസ്താവന സ്വീകരിച്ചു. അതിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഓൺ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. തുറന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും ധാർമ്മികവും സുരക്ഷിതവും വിശ്വസനീയവുമായിട്ടുള്ള രീതിയിൽ AI വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പറയുന്നതാണ് ഈ പ്രസ്താവന. സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ AI വികസിപ്പിക്കാനും അസമത്വങ്ങൾ കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും AI ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വികസ്വര രാജ്യങ്ങളെ സഹായിക്കാനും ഈ ഒപ്പിട്ടവർ സമ്മതിച്ചു. ഇതിൽ പരിശോധിക്കേണ്ട പല ആസ്പെക്ട്സ് ഉണ്ട്. ഞാൻ ആദ്യം പോസിറ്റീവ് സൈഡ് പറയാമെന്നോർത്താണ് ഇങ്ങനെ തുടങ്ങിയത്. കൂടാതെ ഇന്ത്യ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റ് AI പ്ലാറ്റ്ഫോം അഥവാ ഒരു പൊതു താല്പര്യ AI പ്ലാറ്റ്ഫോമും ഇൻക്യുബേറ്ററും ആരംഭിച്ചു. പൊതു താല്പര്യ AIയിൽ നിലവിലുള്ള പൊതു സ്വകാര്യ സംരംഭങ്ങൾ തമ്മിലുള്ള വിടവ് നികത്താനും ഡിജിറ്റൽ വിഭജനം പരിഹരിക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. ഡാറ്റ മോഡൽ വികസനം, സുതാര്യത, ഓഡിറ്റ്, കമ്പ്യൂട്ട്, ടാലന്റ്, ധനസഹായം, സഹകരണം എന്നിവയിൽ സാങ്കേതിക സഹായവും ശേഷി വർദ്ധിപ്പിക്കുന്ന പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോയി പൊതു താല്പര്യത്തിലൂടെ വിശ്വസനീയമായ ഒരു AI ഇക്കോസിസ്റ്റം ഇത് സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങളും ശ്രദ്ധേയമായിരുന്നു. വികസ്വര രാജ്യങ്ങൾക്ക് AI സാങ്കേതിക വിദ്യ ലഭ്യമാക്കുക, തൊഴിൽ നഷ്ടം തടയാൻ നൈപുണ്യ വികസനം നടത്തുക, AIയിലെ വിവേചനം ഇല്ലാതാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ. വിശ്വാസവും സുതാര്യതയും വർദ്ധിപ്പിക്കുന്ന ഓപ്പൺ സോഴ്സ് സിസ്റ്റങ്ങൾ വികസിപ്പിക്കണമെന്നും പക്ഷപാതരഹിതമായ ഡാറ്റാ സെറ്റുകൾ നിർമ്മിക്കണമെന്നും സാങ്കേതിക വിദ്യ ജനകീയമാക്കണമെന്നും സൈബർ സുരക്ഷ, തെറ്റായ വിവരങ്ങൾ, ഡീപ് ഫേക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭൂരാഷ്ട്രീയതയ്ക്ക് അപ്പുറമുള്ള ഒരു വീക്ഷണമാണ് ഇന്ത്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അടുത്ത ആഗോള AI ഉച്ചകോടി ഇന്ത്യയിൽ നടത്താനുള്ള തീരുമാനവും AIയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ അഭിലാഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇന്ത്യയെ സംബന്ധിച്ച് ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം AI രംഗത്ത് ഇന്ത്യക്ക് ഒരുപാട് സാധ്യതകളുണ്ട്.
നമ്മുടെ വിദഗ്ധരായ യുവതലമുറയെയും വളരുന്ന സാങ്കേതിക മേഖലയും ടൈംലി ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇന്ത്യക്ക് ഈ രംഗത്തൊരു മുൻനിര സ്ഥാനം നേടാൻ സാധിക്കും. ഇന്ത്യക്ക് ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് കാണിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ എക്സ്പേർട്സ് പറയുന്നത് ബ്ലെച്ച്ലി പാർക്കിൽ തുടങ്ങിവെച്ച AI-യുടെ അപകട സാധ്യതാ വിഷയ കേന്ദ്രീകരണത്തിന്റെ അവസാനമാണ് പാരീസ് AI ഉച്ചകോടിയിൽ നമ്മൾ കണ്ടത് എന്നാണ്. ബ്ലെച്ച്ലി പാർക്കിൽ തുടങ്ങി സിയോളിൽ തുടർന്ന AI സംഭാഷണങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമാണ് പാരീസിൽ സംഭവിച്ചത്. 2025 ഈ പാരീസ് AI സമ്മിറ്റിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. മുൻ AI സമ്മിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി പാരീസ് സമ്മേളനത്തിന്റെ അന്തിമ ഫലം ഒരു പ്രസ്താവനയായിരുന്നു, പ്രഖ്യാപനമല്ല. അതായത് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഡിക്ലറേഷൻ അല്ല. മുൻ സമ്മിറ്റുകളെ നോക്കുമ്പോൾ 2023 UK ബ്ലെച്ച്ലി പാർക്കിൽ നടന്ന സമ്മേളനത്തിൽ ദി ബ്ലെച്ച്ലി ഡിക്ലറേഷൻ ഉണ്ടായി. 2024 സൗത്ത് കൊറിയയിലെ സിയോളിൽ നടന്ന സമ്മേളനത്തിൽ സിയോൾ ഡിക്ലറേഷൻ ഉണ്ടായി. എന്നാൽ പാരീസ് സമ്മേളനത്തിൽ ഒരു പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഉണ്ടായത്. ഈ പ്രസ്താവന നിയമപരമായി ബാധ്യതയുള്ളതല്ല, വെറും ധാരണാപത്രം മാത്രമാണ്. അത് മാത്രമല്ല, ഈ അന്തിമ പ്രസ്താവന വളരെ ദുർബലമാണെന്നും AI-യുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സുരക്ഷാ ഭീഷണികൾ പരിഹരിക്കുന്നില്ലെന്നും വിദഗ്ധർ വിമർശിക്കുന്നുണ്ട്. കുറച്ച് വേഗമായിട്ടുള്ള അവ്യക്തമായ പ്രസ്താവനയാണിതെന്നും കൃത്യമായ നടപടികളോ സമയപരിധികളോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നതുമാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. മറ്റൊരു കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമ്മിറ്റിന്റെ പ്രഖ്യാപന കരട് നേരത്തെ ലീക്കായിരുന്നു. ഈ ചോർച്ച വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. 2023 ബ്ലെച്ച്ലി പാർക്കിൽ നടന്ന സമ്മിറ്റിൽ ചർച്ച ചെയ്ത പല സുരക്ഷാ പ്രശ്നങ്ങളും ഈ ലീക്കായ കരട് റിപ്പോർട്ടിൽ കാണാനില്ലായിരുന്നു. പ്രമുഖ AI ഗവേഷകരും വ്യവസായ പ്രമുഖരും ഈ ചോർന്ന കരടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സേഫ് ആൻഡ് എത്തിക്കൽ AI പ്രസിഡന്റ് ആയിട്ടുള്ള പ്രൊഫസർ സ്റ്റുവർട്ട് റസൽ ഇതിനെ അത്ഭുതപൂർവമായ വലുപ്പത്തിലുള്ള അനാസ്ഥ എന്നാണ് വിശേഷിപ്പിച്ചത്. മറ്റ് പല വിദഗ്ധരും ഇതിനെ പാഴാക്കിയ അവസരമെന്നും പൊള്ളയായ വാചകങ്ങളുടെ കൂമ്പാരം എന്നൊക്കെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ വന്ന ഫൈനൽ സ്റ്റേറ്റ്മെന്റിൽ ആ ഡോക്യുമെന്റിൽ നിന്നും വലിയ മാറ്റമൊന്നും കാണാനില്ല. ഇത് നിരാശാജനകമാണ്. പാരീസ് പ്രസ്താവനയിൽ സുരക്ഷയ്ക്ക് വളരെ ദുർബലമായിട്ടുള്ള അംഗീകാരം മാത്രമാണ് നൽകിയിരിക്കുന്നത്. AI സുരക്ഷയ്ക്കായിട്ടുള്ള സ്വമേധയായുള്ള പ്രതിബദ്ധതകളെ വെറും ശ്രദ്ധിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നയതന്ത്ര ഭാഷയിൽ അവഗണിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിലപാടാണ്. പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് വളരെ അകലെയാണിത്. ഈ മാറ്റം പ്രസ്താവനയുടെ ഭാഷയിൽ തന്നെ വ്യക്തമാണ്. സുരക്ഷ, അപകട സാധ്യത എന്നീ വാക്കുകൾ ബ്ലെച്ച്ലിയിലും സിയോളിലും പ്രധാനമായിരുന്നെങ്കിൽ പാരീസിൽ ഇന്നൊവേഷൻ, നവീകരണം, ഗവർണൻസ്, ഭരണം, പബ്ലിക് ഗുഡ്, പൊതുനന്മ എന്നീ വാക്കുകൾക്കാണ് ഊന്നൽ നൽകിയത്. ഈ വാക്കുകൾ കൊണ്ടുവന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ പ്രസ്താവനയിൽ ഡീപ്ഫേക്കുകൾ, AI അധിഷ്ഠിത ആയുധങ്ങൾ തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ പരാമർശിക്കപ്പെട്ടില്ല. ഈ സമ്മേളനം AI-യുടെ ദീർഘകാല അപകട സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ ഒഴിവാക്കി. പകരം സാമ്പത്തിക അവസരങ്ങൾക്കും വളർച്ചയ്ക്കുമാണ് പ്രാധാന്യം നൽകിയത്. ഇത് AI സുരക്ഷാ വിദഗ്ധരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. AI-യുടെ അനിയന്ത്രിതമായിട്ടുള്ള വളർച്ച മനുഷ്യരാശിക്ക് ഭീഷണിയാകാമെന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ആളുകളുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്ലെച്ച്ലി AI സുരക്ഷാ നരേറ്റീവിന്റെ ഇത്തരത്തിലുള്ള ഒരു അവസാനം വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നത് AI-യുടെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. AI രംഗത്ത് മുന്നിലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം പിന്നിലുള്ളവർ മുന്നിലെത്താനും ശ്രമിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് കർശനമായ നിയന്ത്രണങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. പകരം പരമാവധി സ്വാതന്ത്ര്യത്തോടെ AI വികസിപ്പിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവന ഇതിനൊരു ഉദാഹരണമാണ്. AI മേഖലയുടെ അമിതമായ നിയന്ത്രണം ഈ പുതിയ വ്യവസായത്തെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. AI എന്നത് ട്രംപ് ഭരണകൂടം പാഴാക്കാത്ത ഒരു അവസരമാണെന്നും ലോക നേതാക്കളോട് വാൻസ് ഈ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ നേതാക്കളും ഏകദേശം ഇതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ നവീകരണത്തിന് മുൻഗണന നൽകണമെന്നും നിയന്ത്രണങ്ങൾ പിന്നീട് വരണമെന്നും വാദിച്ചിട്ടുണ്ട്. 60 സിഗ്നേറ്ററീസ് ഉള്ള ഈ AI ആക്ഷൻ സമ്മിറ്റിന്റെ അന്തിമ പ്രസ്താവനയിൽ ലോകത്തിലെ 2 പ്രമുഖ ശക്തികളായ അമേരിക്കയും UK ഒപ്പുവെക്കാതിരുന്നതും ചൈന ഒപ്പുവെച്ചതും ശ്രദ്ധേയമായിട്ടുണ്ട്.
AI തന്ത്രങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വിഭജനം ഈ സമ്മേളനത്തിൽ പ്രകടമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളും ചൈനയും തമ്മിലുള്ള മത്സരം, വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള വിടവ് എന്നിവ പ്രകടമായിരുന്നു. ഇത് ആഗോള AI ഭരണത്തിൽ ഐക്യം കൈവരിക്കുന്നതിനുള്ള വെല്ലുവിളികൾ എടുത്തു കാട്ടുകയാണ്. സമഗ്രവും സുസ്ഥിരവുമായ AI എന്ന ആശയത്തോട് യോജിപ്പില്ലാത്തതാണ് അമേരിക്കയുടെ നിലപാടിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സുസ്ഥിര AI എന്ന ആശയം അവർക്ക് സ്വീകാര്യമല്ല. മറ്റൊരു കാര്യം ഇൻക്ലൂസീവ്നെസ് ആണ്. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഇൻക്ലൂസിവിറ്റിക്ക് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. UK ആകട്ടെ ഈ കരാറ് വേണ്ടത്ര കാര്യക്ഷമമല്ലെന്നാണ് വാദിക്കുന്നത്. ദേശീയ സുരക്ഷയെയും ആഗോള ഭരണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ കാരണം തങ്ങളുടെ പേര് ചേർക്കാൻ കഴിഞ്ഞില്ലെന്ന് UK സർക്കാർ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും യോജിപ്പിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതൊരു വലിയ ചോദ്യമാണ്. യൂറോപ്യൻ യൂണിയന്റെ മാറ്റവും ശ്രദ്ധേയമാണ്. ആദ്യകാലത്ത് AI നിയന്ത്രിക്കുന്നതിലായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ശ്രദ്ധ. 2023 EU ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ നിയമം EU AI ആക്ട് രൂപീകരിച്ചു. ഈ സമീപനം യൂറോപ്പിനെ AI ഡെവലപ്മെന്റിൽ പുറകിലേക്ക് വലിക്കുന്നു എന്ന വിമർശനം കാലങ്ങളായി EU കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പാരീസ് AI സമ്മിറ്റിൽ യൂറോപ്യൻ യൂണിയന്റെ സമീപനത്തിൽ മാറ്റം വന്നിരിക്കുന്നു. നിയമങ്ങൾ ലഘൂകരിക്കാനും ഭരണപരമായ തടസ്സങ്ങൾ നീക്കാനും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. AI മത്സരം ഇനിയും അവസാനിച്ചിട്ടില്ലെന്നും ആഗോള നേതൃത്വം ഇനിയും ആർക്കും കൈവരിക്കാവുന്നതാണെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലയൻ വാദിക്കുകയുണ്ടായി. AI സാങ്കേതിക വിദ്യയുടെ വികസനത്തിലും പ്രയോഗത്തിലും യൂറോപ്പ് മുന്നിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമീപനത്തിന്റെ അപകടങ്ങൾ വ്യക്തമാണ്. നിയന്ത്രണങ്ങളില്ലാതെ വികസിപ്പിക്കുന്ന AI സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുകയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. ഈ മാറ്റം AI സുരക്ഷാ മേഖലയിൽ വലിയ വെല്ലുവിളികളും സൃഷ്ടിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ പാരീസ് AI സമ്മിറ്റ് സ്റ്റേറ്റ്മെന്റിൽ ആശ്വാസകര കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ഐക്യരാഷ്ട്രസഭ കടുത്ത ആക്രമണങ്ങളും സമ്മർദ്ദങ്ങളും നേരിടുന്ന സമയത്ത് മൾട്ടിലാറ്ററൽ ഇനീഷ്യേറ്റീവ്സിനെ അക്നോളജ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് പാരീസ് പ്രസ്താവന ശക്തിപ്പെടുത്തി. അറ്റ്ലീസ്റ്റ് അത് മെൻഷൻഡ് ആണല്ലോ എന്നോർത്ത് എനിക്ക് സമാധാനം തോന്നിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളതും പരിസ്ഥിതി സൗഹൃദവുമായ AI സിസ്റ്റങ്ങൾ വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ചർച്ച ചെയ്തതും നന്നായിട്ട് തോന്നി. അടുത്ത വിമർശനം നോക്കാം. സിവിൽ സൊസൈറ്റിയുടെ പങ്കാളിത്തം പരിമിതമായിരുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. ഈ പാരീസ് സമ്മിറ്റിൽ പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ശബ്ദങ്ങൾ ഒഴിവാക്കിയതായി വിദഗ്ധരും വിവിധ സംഘടനകളും വിമർശിച്ചു. AIയുടെ സാമൂഹിക സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പരിമിതമായിരുന്നു. സിവിൽ സൊസൈറ്റിക്കും സംഘടനകൾക്കും നിർണായക തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. AI വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളും ബാധിക്കുമെന്നിരിക്കെ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ അവരുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സമ്മേളനം പ്രധാനമായും സർക്കാരുകളുടെയും വൻകിട ടെക് കമ്പനികളുടെയും പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തി എന്നതാണ് വിമർശനം. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, OpenAI തുടങ്ങിയ ടെക് ഭീമന്മാർ എത്തിയിരുന്നു. അതുമാത്രമല്ല ആന്ത്രോപിക്, ഡീപ് മൈൻഡ്, മിസ്ട്രാൽ എന്നിവരും ഉണ്ടായിരുന്നു. അതായത് AI ലോകത്തിലെ പ്രമുഖരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഈ ടെക് കമ്പനികൾ വെറും കാഴ്ചക്കാരായിരുന്നില്ല. AI നിയന്ത്രണങ്ങൾക്കുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളിൽ അവരുടെ സജീവമായിട്ട് പങ്കെടുത്തു. ദേശീയ AI തന്ത്രങ്ങളിൽ പോലും ഉപദേശം നൽകുന്നവരും നിയമങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പങ്കുള്ളവരുമായി ഈ ടെക് കമ്പനികൾ മാറുന്നുണ്ടോ? പാരീസ് AI സമ്മിറ്റിന്റെ സന്ദേശം വ്യക്തമായിരുന്നു. ഇന്നവേഷൻ, നവീകരണമാണ് പ്രധാനം. ഇത് ആർക്കാണ് ഗുണകരം? ടെക് കമ്പനികൾക്ക് തന്നെ. കുറഞ്ഞ നിയന്ത്രണവും AI വികസിപ്പിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യവും വേണമെന്നാണ് അവർ വാദിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം നടക്കുന്നതും. അമേരിക്കയിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇതൊക്കെ AIയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ടെക് കമ്പനികൾക്ക് കൂടുതൽ സ്വാധീനമാണ് നൽകുന്നത്. ഇത് അപകടകരമാണ്. AI സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ പുതിയ ദിശയിലേക്ക് വഴിമാറിവിടാം. സുരക്ഷയും നവീകരണവും തമ്മിലുള്ള സന്തുലനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും വിദഗ്ധർ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ലോകം AI ഓട്ട മത്സരം നടത്താൻ തന്നെയാണ് പോകുന്നതെന്ന് ഈ സമ്മിറ്റിന്റെ റിസൾട്ട്സ് വ്യക്തമാക്കുന്നത്. അടുത്ത ഒരു വിമർശനം നൈപുണ്യ വികസനത്തിനും തൊഴിലുകൾക്കുമായി റോഡ് മാപ്പ് ഇല്ല എന്നുള്ളതാണ്. AI തൊഴിലുകൾ ഇല്ലാതാക്കും എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക.
എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ പാരീസ് AI ഉച്ചകോടി പരാജയപ്പെട്ടു. AI തൊഴിൽ മേഖലയിലെ സ്വാധീനം വിശകലനം ചെയ്യാൻ ഒരു നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് മാത്രമാണ് ആ സംയുക്ത പ്രസ്താവനയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസവും പരിശീലനവും എങ്ങനെ വികസിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് പകരം കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് സമ്മിറ്റിന്റെ നിലപാട്. ഇത് പ്രശ്നമാണ്. നമുക്ക് കൃത്യമായ നയങ്ങളും നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളും ആവശ്യമാണ്. ചുരുക്കത്തിൽ കുറച്ച് ബസ്വേർഡ്സ്, ആളുകളെ കയ്യിലെടുക്കാനുള്ള വാക്കുകൾ മാത്രമാണ് സമ്മിറ്റിൽ പറഞ്ഞു പോയത്. ഓൺ പേപ്പർ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിമർശനങ്ങളൊക്കെ തന്നെ AI ഭാവി രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെയാണ് എടുത്തു കാണിക്കുന്നത്. സുരക്ഷിതവും നീതിപൂർവവുമായ AI വികസനം ഉറപ്പാക്കാൻ കൂടുതൽ സമഗ്രമായ സമീപനം ആവശ്യമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. AI വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. 2030 മുൻപ് മനുഷ്യനെ പോലെയുള്ള AI ഉണ്ടാകുമെന്നും ചില വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിന് തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ AI വികസനം നിയന്ത്രിക്കാനോ അതിന്റെ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യാനോ ഉള്ള വ്യക്തമായ പദ്ധതികൾ നമ്മുടെ ലോകരാജ്യങ്ങൾക്കില്ല. പകരം AI വികസനത്തിൽ മുന്നിലെത്താനുള്ള മത്സരമാണ് നടക്കുന്നത്. ഇത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ പോയാൽ തൊഴിൽ നഷ്ടം, സാമൂഹിക അസമത്വം, സ്വകാര്യതാ പ്രശ്നങ്ങൾ, സുരക്ഷാ ഭീഷണികൾ തുടങ്ങിയവ തീർച്ചയായും സംഭവിക്കും. അത് നടക്കാതിരിക്കണമെങ്കിൽ അടിയന്തരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ 5 പോയിന്റ്സ്, ബേസിക് ആയിട്ടുള്ള 5 പോയിന്റ്സ് ഒന്നിവിടെ പറയാം. AI സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര തലത്തിൽ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപീകരിക്കണം. AI സാമൂഹിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്താനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കണം. AI കാരണം തൊഴിൽ നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനും പുതിയ മേഖലകളിലേക്ക് പരിശീലിപ്പിക്കാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. AI സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ നൈതിക മൂല്യങ്ങൾ നമ്മൾ ഉറപ്പാക്കണം. AI ബന്ധപ്പെട്ട വിദ്യാഭ്യാസം സ്കൂൾ തലം മുതൽ നമ്മൾ നൽകണം. ബേസിക് ആയിട്ടുള്ള ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ AI അനിയന്ത്രിതമായ വളർച്ച സമൂഹത്തിന് ഗുണത്തേക്കാൾ ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് AI വികസനവും നിയന്ത്രണവും സംബന്ധിച്ച് അടിയന്തര ശ്രദ്ധ ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ ലോകം സഞ്ചരിക്കുന്ന പാത സത്യത്തിൽ അപകടകരമാണ്. എന്നാൽ ഇനിയും സമയമുണ്ട്. ശരിയായ നടപടികൾ സ്വീകരിച്ചാൽ AI ഗുണഫലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും അതിന്റെ അപകട സാധ്യതകൾ കുറയ്ക്കാനും നമുക്ക് കഴിയും. ഓക്കെ, എന്താണ് AI ആക്ഷൻ സമ്മിറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? AI എങ്ങനെ നിയന്ത്രിക്കണം എന്നതിൽ ടെക് കമ്പനികൾക്ക് അമിതമായിട്ടുള്ള സ്വാധീനം ഉണ്ടോ? AI സേഫ്റ്റി ഉറപ്പാക്കാൻ ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാനിന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.